ഹലോ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് ഒരു വീഡിയോ ഇടണമെന്ന് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ വിചാരിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ എന്നതിനെക്കുറിച്ച് നമ്മുടെ ചുറ്റുമുള്ള അധികാർക്കും അറിയില്ല. ഈ പുതിയ തലമുറയ്ക്ക് മാത്രം പരിചയമുള്ള ഒരു സംഭവമാണ് പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ. അങ്ങനെ നോക്കുമ്പം അതിനെക്കുറിച്ചൊരു അവയർനെസ് തരുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കുമല്ലേ. ഒരുപാട് വീഡിയോസ് ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എനിക്കതിൻ്റെ പാർട്ടാവാനൊരു ആഗ്രഹം, പിന്നെ ഞാൻ സഫർ ചെയ്ത കാര്യമാകുമ്പം എനിക്ക് അത് ഒന്നും കൂടെ നന്നായിട്ട് കൺവേ ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം ഇത്രേ ഉള്ളൂ. ഒരു കുഞ്ഞ് ജനിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഒരു അമ്മയും ജനിക്കുന്നുണ്ട്. അപ്പം ആ അമ്മയ്ക്കും നമ്മൾ കുഞ്ഞിന് കൊടുക്കുന്ന അതേ കെയർ തന്നെ കൊടുക്കണം. പകരം എല്ലാവരും കുഞ്ഞിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മുടെ ഫോക്കസൊക്കെ കുഞ്ഞിലേക്ക് ആക്കുമ്പം അവിടെ വേദനിക്കുന്ന ഒരു അമ്മയുടെ മനസ്സും കൂടെ നമ്മൾ കാണണം. അത് നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് വേറെ പ്രോബ്ലംസിലേക്കൊക്കെ കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. ഈ ടൈമിൽ നമുക്ക് ഏറ്റവും അധികം സപ്പോർട്ട് വേണ്ടത് നമ്മുടെ പാർട്ട്ണറിൻ്റെയാണ്. പക്ഷേ എന്താ യഥാർത്ഥത്തിൽ സംഭവിക്കുക, നമ്മുടെ പാർട്ട്ണറോട് പോയി നമ്മളിങ്ങനെ ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയും എനിക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനാണ്. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനോ, നിനക്കെന്താ പ്രാന്ത? ആ ഒരു രീതിയിലുള്ള റിയാക്ഷനെ മിക്ക ആൾക്കാരും നമുക്ക് തരുള്ളൂ. അതുകൊണ്ട് നമുക്ക് പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറയാൻ തന്നെ ഒരു നാണക്കേടായിരിക്കും ഈ ഒരു സമയത്തൊക്കെ. കാരണം പറയുമ്പോഴൊക്കെ നമുക്ക് കേൾക്കുന്ന ഒരു റിയാക്ഷൻ ഇത് തന്നെയായിരിക്കും. പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് അറിയുന്ന ആൾക്കാർ പോലും മിക്കവാറും ഇങ്ങനെ ആയിരിക്കും റിയാക്ട് ചെയ്യുക. നമ്മളിങ്ങനെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ഒരു കെയർ അവർക്ക് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, അത് ഒരുപാട് വലിയ പ്രശ്നങ്ങളിൽ നിന്ന് തന്നെ അവരെ രക്ഷിക്കും. പിന്നെ നമ്മൾ ചുറ്റുപാട് എത്ര ഹാപ്പി ആയാലും നമ്മുടെ മനസ്സ് ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ? നമ്മൾ ഈ ലോകത്ത് എന്ത് കാര്യം നമ്മൾ ചെയ്യുന്നത് എന്തിനാ? നമ്മൾ ഹാപ്പി ആയിരിക്കാനല്ലേ. നമ്മൾ പറയും അത് അവർക്ക് വേണ്ടിയാ, ഇവർക്ക് വേണ്ടിയാ, ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്, ഞാൻ എൻ്റെ മകന് വേണ്ടിയാ ജീവിക്കുന്നത് ഒക്കെ നമ്മൾ പറയും. പക്ഷെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മകൻ ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മൾ ഹാപ്പി ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ മകനെ ഹാപ്പി ആക്കാൻ നോക്കുന്നത്. കാരണം അപ്പം നമ്മൾ ശരിക്കും സ്നേഹിക്കുന്ന ആരാ? നമ്മളെ തന്നെയാണ്. നമ്മുടെ ഹാപ്പിനെസ് ആണ് നമ്മൾ നോക്കുക. ഇനി അല്ല എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ പോസ്റ്റ് പാർട്ടം ഡിപ്രഷനെ കുറിച്ച് പറഞ്ഞു വന്നിട്ട് കാര്യങ്ങൾ വേറെ എങ്ങോട്ടോ പോകുന്നുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഒന്നും വിചാരിക്കേണ്ട, ഇത്രേ ഉള്ളൂ. ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻസ് വലിയ നൂലാമലകളും വലിയ വലിയ പ്രോബ്ലംസും ഒക്കെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് നമുക്ക് പറ്റുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്താൽ, നമ്മളൊന്ന് കെയർ ചെയ്താൽ, നമ്മളൊന്ന് കൂടെ ഇരുന്ന് സംസാരിച്ച് ഒന്ന് കാമാക്കി. കാരണം ഈ സമയത്ത് ഉറക്കില്ല, മെന്റലി ഫിസിക്കലി ഒക്കെ നല്ല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയമാണ്. അതിനൊക്കെ നമ്മളൊരു താങ്ങായി തണലായിട്ട് അവരുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഈ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഇല്ല, ഇത് ഈ ലോകത്തിൽ തന്നെ ഇല്ലാതാവും. അപ്പം നിങ്ങളുടെ അമ്മ, സഹോദരി, ഭാര്യ അവരൊക്കെ ഗർഭിണിയായി ഇരിക്കുന്ന സമയത്ത്, ആഫ്റ്റർ ഡെലിവറി, ബിഫോർ ഡെലിവറി, ആ ഒരു സമയത്ത് അവർക്ക് നല്ല കെയർ ആവശ്യമുള്ള സമയമാണ്. അപ്പം ആ സമയത്താണ് നമ്മൾ കെയർ ആവശ്യമുള്ളപ്പോഴല്ല അത് കൊടുക്കേണ്ടത്. പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അങ്ങനെ കൊടുത്തിട്ട് കാര്യമല്ലല്ലോ. അതായത് നമ്മൾ ക്യാഷ് കൊണ്ട് മാത്രം ഹെൽപ്പ് ചെയ്തിട്ട് കാര്യമല്ലല്ലോ. ഫിനാൻഷ്യലി ഞാൻ സഹായിക്കുന്നുണ്ട്, ഫിനാൻഷ്യലി ഞാൻ എല്ലാ കാര്യവും ചെയ്യുന്നുണ്ട്, എൻ്റെ കഷ്ടപ്പാട് നിനക്ക് അറിയണ്ടല്ലോ എന്നൊക്കെ ആയിരിക്കും മിക്ക പാർട്ട്നേഴ്സും പറയാം. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമുണ്ടോ? നമുക്ക് വേണ്ടി കൂടെ അല്ല അവർ ഈ കഷ്ടപ്പാടും വേദനയും ഒക്കെ സഹിക്കുന്നത്. അപ്പം അവരെ കാമായിക്കോട്ടായി അവരെ ഹാപ്പി ആക്കി വെക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം അല്ലേ. അപ്പം ഓക്കെ, ടാറ്റാ.